നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, രണ്ടുപേർക്കും ഒരു ജോലിയില്ലേ? എപ്പോ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയും. അല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. നീ ആരെ കുറിച്ചാ പറയുന്നത് സുശീലേ? ആർക്കെന്ത് പ്രയോജനം ഇല്ലാന്ന്? അയ്യോ, നിങ്ങളെ കുറിച്ചല്ല, ആ പാർവതിയുടെയും ഗാർഗിയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും കൂടി മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കും. അല്ല, അവരിപ്പോ എന്ത് ചെയ്തെന്ന സുശീലിച്ച് പറഞ്ഞു വരുന്നേ? അവളില്ലേ ആ ഗാർഗി, അവളെ ആവശ്യമില്ലാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ മേലെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക. ഗാർഗിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ ഭംഗി. അവൾ എപ്പോ നോക്കിയാലും മൊബൈലും കൈ പിടിച്ചോണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാ ഉള്ളത്. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. വിനി ഇവിടെ ഇല്ലല്ലോ. ഏതായാലും കുറച്ചു ദിവസമായിട്ട് കുറച്ച് ഓവറാ. അവളോടൊപ്പേ ആ പാർവതിയും കൂടെ ചേർന്നിട്ട് ഭയങ്കര സീനാ നടന്നോണ്ടിരിക്കുന്നെ. സഹിക്കുന്നതിനൊക്കെ പരിധിയില്ലേ? ഫോൺ ആപ്പില് പാർവതി ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ ചേച്ചി, എനിക്ക് മനസ്സിലാവത്തെ. പട്ടിക്കാട്ടിന്ന് വന്ന പാർവതിക്ക് ഫോൺ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് പോലും അറിയില്ല. അവളെങ്ങനെയാ സ്മാർട്ട് ഫോണ്, ആപ്പ് ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നത്? അത് ഏത് ആപ്പാ അവര് ഡൗൺലോഡ് ചെയ്തത്? അത് വെച്ച് അവര് രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അതെ, ഒരു ഏജ് ബേസ്ഡ് ആപ്പാ. അതിൽ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഓരോ പ്രായത്തിലും നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് ആപ്പ് കാണിച്ചു തരും. അത് വെച്ചോണ്ട് ഗാർഗി നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പ്രായമാവുമ്പോ നമ്മൾ ഇരിക്കുന്ന കോലം നോക്കി നമ്മളെ കളിയാക്കി ചിരിക്ക. ആ പാർവതിയും കൂട്ടുചേർന്നിട്ട് അവൾ ആരുടെയോ ഫോട്ടോ കൊടുത്തിട്ട് ആ രൂപം പ്രായമായാൽ എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതാരുടെ ഫോട്ടോയാ സുശീല? അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് നോക്കലല്ലേ എന്റെ ജോലി. അല്ല സുശീലേച്ചി, അതേച്ചി, അത് ആണിന്റെ ഫോട്ടോ ആണോ അതോ പെണ്ണിന്റെ ഫോട്ടോ ആണോ? അത് മാത്രം പറഞ്ഞാൽ മതി. ആ പിള്ളേര് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൂടെ തുള്ളലല്ല എന്റെ ജോലി. അല്ല, ആ ഫോട്ടോയുടെ സൈസ് എങ്കിലും ഒന്ന് പറയാമോ? സ്റ്റാമ്പ് സൈസോ, പാസ്പോർട്ട് സൈസോ, ഫുൾ സൈസോ, അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല പ്രതാപ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെയല്ലേ സുശീലി ശ്രദ്ധിക്കേണ്ടത്. ശരി, അത് പഴയതാണോ പുതിയതാണോന്നെങ്കിലും നോക്കിയായിരുന്നു? ഇല്ല, അവരെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അയ്യോ, നീയോ ഇങ്ങനെ തുടങ്ങല്ലേ പ്രതാപ. ശരി ചേച്ചി, ശരി ശരി, നിർത്തി. വിശാല് കീറിക്കളഞ്ഞ ഇൻഷുറൻസ് പോളിസി പേപ്പറില് ശേഖറിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കുമോ പാർവതി ഗാർഗിക്ക് എടുത്തു കൊടുത്തത്? ചേച്ചി വിചാരിക്കുന്നത് ശേഖറിന്റെ ഫോട്ടോയെ കുറിച്ചാണെങ്കിൽ ഞാനും വിചാരിക്കുന്നത് ആ ഫോട്ടോ അതായിരിക്കുമോ എന്ന് തന്നെയാ. അതേതാണെന്ന് വേഗം കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.